ഗുഡ് മോർണിംഗ്. ശരിക്കും ഇന്ന് ഓസ്ട്രേലിയയിൽ ഞാൻ വന്നിട്ട് ഇപ്പം മൂന്നാമത്തെ ദിവസമാണ്. എന്താ പറയുക, ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ സെയിം ക്ലൈമറ്റാണ്. പുറത്തിറങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പുറത്തിറങ്ങാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇനീഷ്യലി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഗൈസ്. ഇപ്പം ഞാനിപ്പോൾ രാവിലെ ഇപ്പോൾ ഇവിടെ ഇപ്പം 11 മണി ആയിട്ടുണ്ട്. ഹസ്ബൻഡ് രാവിലെ തന്നെ പോയി, ജോലിക്ക് പോയി. പുള്ളിക്ക് 5 മണി 5:30 ആകുമ്പോഴേക്കും ഇവിടുന്ന് പോകണം, സൈഡിലോട്ട് പോകണം. അവിടെ അടുത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. പുള്ളി അതുകൊണ്ട് പോയി. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ച് കിടന്നല്ല. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ. പിന്നെ ഇന്നലെ ഞങ്ങളിവിടെ ഒരു പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. റീജിയണൽ പാർക്കാണ്, ബ്രിസ്ബെയിനിലെ മെയിൻ ആയിട്ടുള്ളൊരു പാർക്കാണ് റീജിയണൽ പാർക്ക്. സോ ബ്യൂട്ടിഫുൾ. സോ അവിടെ ഇന്ന് ഞാൻ രാവിലെ പോകണമെന്നുണ്ടായിരുന്നു, ഒരു 8 o'clock ഒക്കെ ആകുമ്പോൾ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്ലാനിങ് ഒക്കെ തെറ്റി. ജസ്റ്റ് ഒന്ന് കിടന്നതേ ഉള്ളൂ, ഉറങ്ങിപ്പോയത് അറിഞ്ഞില്ല. ഇപ്പോഴാണ് എണീറ്റത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്താ പറയുക, ഇന്നെന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് ഞാൻ ഇവിടെ ഒറ്റയ്ക്കുള്ളൂ. ഹസ്ബൻഡ് പോയി. പിന്നെ ഞങ്ങൾ താമസിക്കുന്നത് ഇവിടുത്തെ ഈ ഒരു യൂണിറ്റിൻ്റെ ഓണറുടെ കൂടെയാണ് താമസിക്കുന്നത്. പുള്ളിക്കാരി ഇവിടെ മിക്കവാറും ഉണ്ടാകാറില്ല. ഷീസ് എ സിറ്റിസൺ. സോ അതുകൊണ്ട് പുള്ളിക്കാരി ഇവിടെ ഇല്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇന്നത്തെ എൻ്റെ എന്താ പറയുക ഒരു ഡേ ആണ് ഞാൻ ഈ വീട്ടിലോട്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല, ഒരു നോർമൽ ഡേ. പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. എനിക്ക് ഐ വാണ്ട് ടു സെർച്ച് ഫോർ ജോബ്. സോ ഇത് എന്തായാലും ഇതൊരു ലേസി ഡേ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എണീറ്റപ്പോൾ തന്നെ ലേറ്റായിപ്പോയി. അതുകൊണ്ട് ഒരു നോർമൽ ഡേ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ലേസി ഡേ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ഫുഡൊക്കെ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. ഇന്നലെ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചു. കാരണം 3 times ഒന്നും കുക്ക് ചെയ്യാൻ എന്താ പറയുക, കുറച്ച് പാടാണ് 3 times ഒക്കെ കുക്ക് ചെയ്യാൻ. സോ നൈറ്റ് തന്നെ ഞാനെല്ലാം കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഐ ഓൾറെഡി പ്രിപ്പയർഡ്. സോ കുക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. പിന്നെ കുറച്ച് ക്ലോത്ത്സ് വാഷ് ചെയ്യാനുണ്ട്. പിന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് പാർക്കിൽ പോകണം. അങ്ങനെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ അഗെയിൻ ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് നോട്ട് ഗുഡ് മോർണിംഗ്, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഗുഡ് ആഫ്റ്റർനൂൺ. സോ ഓക്കെ, ലെറ്റ്സ് സീ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ചായ ഭയങ്കര നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര ഉറങ്ങിയ പോലെ എനിക്ക് ഫീൽ ചെയ്യും. സോ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചായ ഇടാൻ പോവാണ്. അപ്പം കട്ടൻ ചായയാണ് ഞാൻ ഇപ്പം റീസെൻ്റ്ലി ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈയിടെയായിട്ട് കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ വെയിറ്റ് ഒരുപാടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്താ പറയുക, കട്ടൻ ചായയാണ് ഇപ്പോൾ കുടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഷുഗറും കട്ട് ചെയ്യും. സോ അതിൻ്റെ ഒരു മാറ്റം എനിക്ക് ഒരുപാടുണ്ടായി എൻ്റെ ബോഡിയിൽ. സോ നമുക്കൊരു ചായ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ ഇലക്ട്രിക്കൽ സംഭവം കാണുന്നത്. അപ്പോൾ ഇതെനിക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്യാസ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഗ്യാസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. പക്ഷെ ഇലക്ട്രിക്കൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മൾ കെയറിങ് ആയിരിക്കണം. നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് എനിക്കുണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടിട്ട് ഇങ്ങോട്ട് പോകാൻ പാടില്ല. പിന്നെ നമ്മൾ ഇതുപോലെ ബട്ടൺസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് 0-യിലായിരിക്കണം നമ്മൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഓഫ് ചെയ്യാൻ നേരത്ത് ഇതെല്ലാം 0-യിലായിരിക്കണം. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്കതും ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ഹസ്ബൻഡ് എല്ലാം ക്ലിയർ ചെയ്ത് തന്നു. നോ ഐ എം കോൺഫിഡൻറ്റ്
to use this. എൻ്റെ വെയിറ്റ് എനിക്ക് ഓൾമോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ഷുഗർ കട്ടും ചെയ്തു. സോ നിങ്ങളൊരു എന്താ പറയാ, ഒരു ചായ കുടിക്കണം എന്ന് ഇപ്പൊ എന്താ പറയാ, ചിലർക്ക് ഭയങ്കര നിർബന്ധമായിരിക്കും രാവിലെ മീറ്റിംഗ് എന്നെ പോലെ തന്നെ ചായ കുടിക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താ പറയാ, ജസ്റ്റ് നിങ്ങൾ പാല് യൂസ് ചെയ്ത് ഒഴിവാക്കുക, പിന്നെ ഷുഗർ കട്ട് ചെയ്യുക. അതിന് എനിക്ക് തോന്നുന്നു വലിയൊരു ചേഞ്ച് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ചായ കുടിക്കണം എനിക്ക് അങ്ങനെ നിർബന്ധം ഇപ്പൊ ഞാൻ വെക്കാറില്ല. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഭയങ്കര ടയേർഡ് ആണെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ചായ കുടിക്കാറുള്ളൂ. ഇതാണ് ഞങ്ങള് താമസിക്കുന്ന ഒരു യൂണിറ്റ് ആണിത്. സോ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. എനിക്ക് എസ്പെഷ്യലി ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിളാണ് എന്ന് വെച്ചാൽ, എന്നാൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമുക്കിപ്പോൾ ഇരിക്കാനാണെങ്കിൽ ഇവിടെ ബാൽക്കണി ഉണ്ട്. ബാൽക്കണി ഐ തിങ്ക് ഇവിടുത്തെ ഒരു ക്ലൈമറ്റും ഉണ്ട്. ഇപ്പൊ ഇവിടെ വിന്റർ സീസൺ, കമ്മിങ് വിന്റർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ലീവ്സ് ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ കൊഴിഞ്ഞ് കിടപ്പുണ്ടാവും. See, I can't able to open this. I don't know. See here. ഇതാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ്. വിന്റർ സീസൺ ആയിക്കഴിഞ്ഞാൽ മുഴുവൻ ഇലയാണ്. നമ്മൾ എത്ര ക്ലീൻ ആക്കിയിട്ട് കാര്യമില്ല. ഇന്നലെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇവിടെ ഫുള്ള് ക്ലീൻ ആക്കിയതാണ്. പക്ഷെ കണ്ടോ, എഗെയിൻ ലീവ്സ് എല്ലാം വന്നിട്ട് കിടക്കാണ്. സംതിങ് പ്രോബ്ലം ഉണ്ട്. യെസ്, സോ ഇതാണ്, ഇതൊരു ബാൽക്കണി പോലൊരു സെറ്റപ്പാണ്. പക്ഷെ ഓപ്പൺ ബാൽക്കണിയാണ്. നമുക്കിവിടെ ഇരിക്കാം, എന്താ പറയാ, നമുക്ക് ഫുഡ് കഴിക്കാം, ചില്ല് ചെയ്യാം. പക്ഷെ ഞാനിവിടെ അങ്ങനെ ഇരിക്കാറില്ല കേട്ടോ. കാരണം അത് പറഞ്ഞാല് ഭയങ്കര തണുപ്പാണ്. ഇത് ക്ലൈമറ്റ് എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ ഇവിടുത്തെ സ്കൈ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ അടുത്തുള്ള പോലെ തോന്നും. ഇവിടുത്തെ സ്കൈ എന്ന് പറഞ്ഞാൽ ശരിക്കും അടുത്താണ് നമ്മുടെ സ്കൈ ഉള്ളത്. സോ എപ്പോഴും ഇങ്ങനെ ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ളൊരു സ്കൈ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എന്താ പറയാ, നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഇത് കാണുമ്പോൾ. ഈ സ്കൈയും പിന്നെ ഈ ഒരു എന്താ പറയുക ക്ലൈമറ്റ്, ദെൻ അറ്റ്മോസ്ഫിയർ, എവറിഥിങ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. എന്താ പറയുക, നമ്മുടെ മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആക്കും. നമ്മളിപ്പോൾ എന്ത് കണ്ടീഷനിലാണെങ്കിലും, എന്ത് ഭയങ്കര ഡെസ്പാണോ, ഇപ്പം ഡിപ്രസ്ഡ് ആണെങ്കിലും, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വരാന്ത അല്ലെങ്കിൽ ഇങ്ങനെ ബാൽക്കണി ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിരുന്ന് ജസ്റ്റ് ഒരു ചായ കുടിച്ച് ഇങ്ങനെ ചില്ല് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമുക്ക് റിലാക്സ്ഡ് ആകും. സോ ദിസ് ഈസ് ബെസ്റ്റ് പാർട്ട് ഓഫ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ വന്നിട്ടുള്ളവർക്ക് എനിക്ക് തോന്നുന്നു, ഓൾറെഡി ഇവിടെ ഉള്ളവർക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്, അവർക്ക് ഒരിക്കലും കേരളം മിസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇല്ലായിരിക്കും. അവർക്ക് മിസ് ചെയ്യില്ല എന്നായിരിക്കും അവരുടെ ഒരു ആൻസർ എന്ന് വെച്ചാൽ. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ആകെ 3 days ആയിട്ടുള്ളൂ. എനിക്ക് യൂഷ്വലി അങ്ങനെ മിസ് ചെയ്യാറുണ്ട്. ഞാൻ മുന്നേ വർക്ക് ചെയ്ത് ദുബായിലായിരുന്നു. അപ്പം ദുബായ് ഓഫ് കോഴ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് നമ്മുടെ നാട്. അവിടെ ഒരുപാട് മലയാളീസ് വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിലും അവിടുത്തെ ഒരു ടോട്ടൽ ക്ലൈമറ്റും അറ്റ്മോസ്ഫിയർ എവറിഥിങ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം കേരള. ബട്ട് എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് മിസ് ചെയ്യുന്നില്ല. ഐ മീൻ ഇൻ ദ സെൻസ് ഓഫ് ക്ലൈമറ്റ്, അറ്റ്മോസ്ഫിയർ, എവറിഥിങ് സെയിം ലൈക്ക് കേരള. എന്താ പറയാ, ഇവിടുത്തെ നിങ്ങൾക്കിപ്പോൾ കേൾക്കുവാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെ
നിറയെ കിളികളാണ്, അവരിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. മീൻസ് യു ക്യാൻ ഹിയർ ആ ഒരു സൗണ്ട്. അതൊക്കെ നമ്മുടെ കേരളത്തിന്റെ എന്താ പറയാ, കേരളത്തിൽ നമ്മൾ ജനിച്ച് വളർന്ന് അവിടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അത് ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഐ നെവർ മിസ് കേരളം. ആ ഒരു മിസ്സിങ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നില്ല. ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടിപ്പോൾ ഞാൻ ശ്യാമനോട് പറഞ്ഞു, എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് കേരളം മിസ് ചെയ്യുന്നില്ല. ശരിക്കും നമുക്ക് കേരളത്തിൽ നിന്ന് മാറി നിന്നൊരു ഫീൽ എനിക്ക് കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞു. സോ ഇതൊക്കെ ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ള കാര്യമാണ്. എന്താ പറയുക, നമ്മുടെ നാടിൻ്റെ അതേ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്ന സ്ഥലത്തും ഒരു ഡിഫറെൻറ്റ് കൺട്രിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നെന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് ഗ്രേറ്റ് തിങ്. അതിനുശേഷം കുറച്ച് ജോബ്സും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. ലിങ്ക്ഡിൻ, കരിയർ വൺ, സീക്ക്, അങ്ങനെ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പ്രിഫറൻസ് ഉള്ള ജോബ്, ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് രാവിലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങണം. ചോറ് കഴിക്കാൻ പോവാണ്. നല്ല അടിപൊളി ബീഫ് കറി. ഞാൻ വെച്ചോണ്ട് പറയില്ല കേട്ടോ, ശരിക്കും ഇത് അടിപൊളി കറിയായിരുന്നു. എന്താ പറയുക, എനിക്ക് മാത്രമുള്ളൊരു പ്രശ്നമാണോന്ന് എനിക്കറിയില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും എനിക്ക് കുക്കിങ് ഭയങ്കര ഈസിയാണ്. എന്നുവെച്ചാൽ ഞാൻ വെക്കുന്ന കറിയൊക്കെ അത്യാവശ്യം എന്താ പറയുക, മോശം പറയുന്ന ഒരു ഫുഡല്ല ഞാൻ വെക്കാറുള്ള. കറികളൊക്കെ വെച്ചാൽ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ വീട്ടില് അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ എന്താണെന്നറിയത്തില്ല, ഞാൻ എന്ത് വെച്ചാലും അത് ഭയങ്കര ഫ്ലോപ്പായിരിക്കും. ഇപ്പൊ കുറച്ച് റീസെന്റ് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഞാൻ മീൻകറി വെച്ചു. വല്ലപ്പോഴൊക്കെ കുക്ക് ചെയ്യാറുള്ളൂ അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ, വീട്ടിൽ നിൽക്കുമ്പോൾ. അപ്പൊ ആ ടൈമിൽ ഞാൻ എന്ത് വെച്ചാലും ഒന്നുകിൽ ഉപ്പ് കൂടുതലായിരിക്കും, ഒന്നുകിൽ ഉപ്പ് കുറവായിരിക്കും, ചിലപ്പം എരിവ് കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴേക്കും എൻ്റെ ആ കുക്കിംഗ് സ്കില്ലൊക്കെ തിരിച്ചു വരുന്നുണ്ടോന്ന് എനിക്ക് ഡൗട്ട്. അടിപൊളിയായിരുന്നു ബീഫ് കറി. എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. ഇത് ഉള്ളിയുടെ ഇലയാണ്. ഉള്ളിയുടെ ഇല തോരൻ വെച്ചതാണ്. അതിന് കുറച്ച് മുട്ടയൊക്കെ ഇട്ട് കുറച്ച് ആർപ്പാടൊക്കെ ആക്കിയിട്ട് വെച്ച കറിയാണ്. അതും അടിപൊളിയായിരുന്നു. ഇതങ്ങനെ വെച്ച ബീഫ് കറി. ഇത് ഇങ്ങനത്തെ സാമ്പാർ. ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പായതുകൊണ്ട് ശരിക്കും നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് ഒന്നും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ കുക്ക് ചെയ്ത് പുറത്ത് വെച്ചാൽ തന്നെ അത് ഒന്നും ആവില്ല, മോശമൊന്നും ആവില്ല. ശരിക്കൊരു ഫ്രിഡ്ജിൽ വെച്ച ഒരു കൂളിംഗ് എഫക്റ്റ് എല്ലാ റൂമിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് മെയിനായിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരാവശ്യമില്ല. സോ ഇപ്പൊ സാമ്പാറൊക്കെ ആണെങ്കിൽ ഞാൻ മിനിഞ്ഞാന്ന് വെച്ച സാമ്പാറാണ്. അതൊക്കെ ഇപ്പോഴും കേടാവാണ്ടിരിക്കുന്നുണ്ട്. ഈവനിങ് ഒരു 3:30 ആയപ്പോഴേക്കും ഹസ്ബൻഡ് വന്നു. അപ്പോൾ ഞങ്ങൾ അന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ഡേ ഔട്ടും പ്ലാൻ ചെയ്തു. ഇവിടെ അടുത്തുള്ളൊരു ബീച്ചിലേക്ക്, ക്ലീവ്ലാൻഡ് എന്ന പ്ലേസിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇനി റെഡിയായിട്ട് കാണാം. ഞങ്ങളിപ്പോ വില്ലിംഗ്ടൺ പോയിന്റ് എന്ന് പറഞ്ഞൊരു ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, വില്ലിംഗ്ടൺ പോയിന്റ്.
ഇതിപ്പോ ഇവിടെ ഒരു 5 മണിയോട് അടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നേരത്തെ തന്നെ ഇരുട്ടാകും. അത് വിന്റർ സീസൺ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നേരത്തെ ഇരുട്ടാകുന്നത്. ഞങ്ങളിപ്പോ ക്ലീവ്ലാൻഡ് എന്ന് പറഞ്ഞ പ്ലേസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സീറ്ററിന്റെ പേരെന്തായിരുന്നു? Capalaba Town. Yes. See my husband. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഗണപതി എവിടെ എവിടെ ജസ്റ്റ് കാണിക്കുന്നല്ലോ, വാങ്ങിത്തരൊന്നുമില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ BWS. B for beer, W for wine, S for spirits. നമ്മളിപ്പോ ട്രാഫിക്കിലായിരുന്നു, പൊക്കോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയാസ് ആണ്. വീടൊക്കെ കാണാനുണ്ടല്ലോ, എന്ത് രസമാണ്. നമ്മൾ ശരിക്കും സിനിമയിലൊക്കെ കാണത്തില്ലേ, നമ്മളെ ഹോളിവുഡ് ഫിലിംസിലൊക്കെ കാണത്തില്ലേ, അതുപോലത്തെയാണ് വീടുകളൊക്കെ. ഫൈനലി ഞങ്ങൾ ബീച്ചിൻ്റെ അവിടെ എത്തി. ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവിടെ ഇരുട്ടാനായിരുന്നു. പക്ഷേ എന്നാൽ അവിടുത്തെ വ്യൂ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു, എന്നാൽ എന്താ പറയുക, ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ, ഭയങ്കര തണുത്ത കാറ്റ്. ഞാനിങ്ങനെ തണുത്ത് വിറച്ച് നിൽക്കുകയാണ്. ലൈറ്റ് ഹൗസ്. ലൈറ്റൊന്നുമില്ലല്ലോ, ലൈറ്റൊന്നുമില്ല. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. I hope you enjoy this video. Good night.